സമകാലിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബോളർമാരിൽ ഒരാളാണ് ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറ. ക്രിക്കറ്റിന്റെ ഏത് ഫോർമാറ്റ് ആയാലും ബുംറയ്ക്കെതിരെ ബാറ്റ് ചെയ്യുന്നത് ബാറ്റ്സ്മാൻമാർക്ക് കടുത്ത വെല്ലുവിളിയാണ്. ബുംറയുടെ ഓവറിൽ വിക്കറ്റ് കളയാതെ മറ്റു ഓവറുകളിൽ ആഞ്ഞടിക്കുക എന്ന തന്ത്രമാണ് ബാറ്റർമാർ പുറത്തെടുത്തിരുന്നത്. എന്നാൽ 2026 IPL സീസണിൽ മുംബൈ ഇന്ത്യൻസ് ബോളറായ ബുംറയ്ക്ക് പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ. ഈ IPL സീസണിൽ മോശം പ്രകടനം നടത്തുന്ന മുൻനിര ബോളർമാരിൽ പ്രധാനിയാണ് ബുംറ എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഡൽഹി ക്യാപിറ്റൽസിലേക്ക് മടങ്ങിയെത്തിയ മിച്ചൽ സ്റ്റാർക്ക് തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ രാജസ്ഥാൻ റോയൽസിനെതിരെ 3 വിക്കറ്റ് നേടിയപ്പോഴാണ് ബുംറ 8 മത്സരങ്ങളിൽ നിന്ന് വെറും 2 വിക്കറ്റുകൾ മാത്രം നേടിയതെന്നാണ് ഞെട്ടിക്കുന്ന കാര്യം. ഈ IPL സീസണിലെ ഏറ്റവും മോശം ശരാശരിയിലൊന്നാണ് ബുംറയുടേത്. ആദ്യ 5 മത്സരങ്ങളിൽ 1 വിക്കറ്റ് പോലും നേടാനാകാതെ കടുത്ത സമ്മർദ്ദത്തിലായിരുന്ന താരത്തിന് ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ 6ാം മത്സരത്തിൽ മാത്രമാണ് വിക്കറ്റ് നേടാനായത്. മത്സരത്തിൽ ഗുജറാത്ത് ബാറ്റർ സായി സുദർശന്റെ വിക്കറ്റാണ് നേടിയതും. ഈ മത്സരത്തിന് മുൻപ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ഡൽഹി ക്യാപിറ്റൽസ്, രാജസ്ഥാൻ റോയൽസ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, പഞ്ചാബ് കിങ്സ് എന്നീ ടീമുകൾക്കെതിരെ 1 വിക്കറ്റ് പോലും നേടാൻ ബുംറയ്ക്ക് സാധിച്ചിരുന്നില്ല. എല്ലാ കാലത്തും 2020 ബാറ്റർമാർക്കെതിരെ ശക്തമായ ആധിപത്യം സ്ഥാപിക്കാൻ ബുംറയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ട്രാവിസ് ഹെഡ്, സഞ്ജു സാംസൺ എന്നീ താരങ്ങൾക്ക് ബുംറയ്ക്കെതിരെ 6 നേടാനായിരുന്നുമില്ല. എന്നാൽ 2026 IPLൽ ഇരുവരും ബുംറയെ കൂറ്റൻ 6 റൺ പറത്തുന്ന കാഴ്ചയാണ് ക്രിക്കറ്റ് ലോകം കണ്ടത്. രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിൽ 15-കാരനായ വൈഭവ് സൂര്യവംശി ബുംറയെ കടന്നാക്രമിച്ചു. ബുംറയുടെ ഓവറിൽ 2 സിക്സുകളാണ് സൂര്യവംശി വേലിക്കെട്ട് കടത്തിയത്. ഈ IPL സീസണിലെ ബുംറയുടെ കണക്കുകൾ തന്നെ അദ്ദേഹത്തെ തന്നെ ഞെട്ടിക്കുന്നതാണ്. സീസണിലെ ബോളിംഗ് ശരാശരി 132 ആണ്. ഇത് താരത്തിൻ്റെ 2020 കരിയറിലെ ഏറ്റവും മോശം പ്രകടനമാണെന്ന പ്രത്യേകതയുമുണ്ട്. ഈ സീസണിൽ 30 ഓവറോ അതിൽ കൂടുതലോ എറിഞ്ഞ മറ്റു ബോളർമാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബുംറയുടെ ശരാശരി ഇരട്ടിയാണ്. ഇതുവരെയുള്ള 8 മത്സരങ്ങളിൽ നിന്ന് വെറും 2 വിക്കറ്റുകൾ എന്ന നാണിപ്പിക്കുന്ന കണക്കും താരത്തിനുണ്ട്. ഈ കണക്കുകൾ മുംബൈ ഇന്ത്യൻസിനും ബുംറയ്ക്കും ഒരുപോലെ നിരാശയുണ്ടാക്കുന്നതുമാണ്. ബുംറയുടെ ഈ മോശം ഫോമാണ് 2026 സീസണിലെ മുംബൈ ഇന്ത്യൻസിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണങ്ങളിലൊന്നായി കണക്കാക്കുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 4 ഓവറിൽ 54 റൺസാണ് ബുംറ വഴങ്ങിയത്. ട്രാവിസ് ഹെഡ്, ഹെൻറിച്ച് ക്ലാസൻ, സലിൻ അറോറ എന്നിവർ താരത്തിനെതിരെ കൂറ്റൻ 6 നേടുകയും ചെയ്തു. യോർക്കർ ഉൾപ്പെടെ ബുദ്ധിപരമായി ഉപയോഗിക്കുന്ന ബുംറ ഇത്രയധികം 6 വഴങ്ങുന്നത് അപൂർവമാണ്. ബുംറയുടെ ഈ മോശം പ്രകടനത്തിന് പിന്നിൽ താരത്തിന്റെ ജോലിഭാരമാണെന്ന വാദം ശക്തമാണ്. ഏഷ്യ കപ്പ്, 2020 ലോകകപ്പ്, ഓസ്ട്രേലിയയ്ക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും എതിരായ പരമ്പര, ഇംഗ്ലണ്ടിൽ നടന്ന ടെസ്റ്റ് പരമ്പര എന്നീ തിരക്കേറിയ അന്താരാഷ്ട്ര ഷെഡ്യൂളുകൾക്ക് ശേഷമാണ് ബുംറ 2026 IPL സീസണിൽ പന്തെറിയാനെത്തിയത്. ഇംഗ്ലണ്ട് പര്യടനത്തിൽ 3 മത്സരങ്ങളിലായി 119 ഓവറുകൾ അദ്ദേഹത്തിന് ബോൾ ചെയ്യേണ്ടി വന്നു എന്നത് ശ്രദ്ധേയമാണ്. തുടർച്ചയായ അന്താരാഷ്ട്ര മത്സരങ്ങളിലെ തിരക്കിന് ശേഷം ബുംറയ്ക്ക് മതിയായ വിശ്രമം ലഭിച്ചിട്ടില്ലെന്ന് പല ക്രിക്കറ്റ് നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. തൻ്റെ പതിവ് താളം കണ്ടെത്താൻ താരത്തിന് സാധിക്കുന്നില്ലെന്ന അഭിപ്രായം ശക്തവുമാണ്. ബുംറ ഒരു പക്ഷേ ക്ഷീണിതനായിരിക്കാമെന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ പ്രകടനത്തിന് ശേഷം ഇന്ത്യൻ മുൻ ക്യാപ്റ്റൻ കൃഷ്ണമാചാരി ശ്രീകാന്ത് അഭിപ്രായപ്പെട്ടു. ബുംറയുടെ പന്തുകൾ ബാറ്റർമാരെ ഭയപ്പെടുത്തുന്നില്ല. ഒരു പക്ഷേ അദ്ദേഹം ക്ഷീണിതനായിരിക്കാം. അതിനാൽ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നുമില്ല. അദ്ദേഹം കഠിനമായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലം ലഭിക്കുന്നില്ല. തുടർച്ചയായ ഷെഡ്യൂളുകൾ അദ്ദേഹത്തെ ക്ഷീണിതനാക്കാമെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. ആദ്യ 5 മത്സരങ്ങളിൽ വിക്കറ്റ് നേടാനാകാതെ പോയത് ബുംറയെ സമ്മർദ്ദത്തിലാക്കിയെന്ന് രവിചന്ദ്രൻ അശ്വിൻ അഭിപ്രായപ്പെട്ടിരുന്നു. ബുംറയ്ക്ക് ഇപ്പോൾ ഒരു ഇടവേള ആവശ്യമാണെന്നും അങ്ങനെയുണ്ടായാൽ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ സഹായിക്കുമെന്നും ഇന്ത്യൻ മുൻ ബാറ്റ്സ്മാൻ മുഹമ്മദ് കൈഫ് അവകാശപ്പെട്ടു. അതേസമയം ബുംറയുടെ ഫോമിനെ കുറിച്ചുള്ള ആശങ്കകൾ തള്ളുകയാണ് മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് പരിശീലകൻ കിറോൺ പൊള്ളാർഡ്. ബുംറ മനുഷ്യനാണെന്നും ഇടയ്ക്കിടയ്ക്കുള്ള മോശം ഫോം സ്വാഭാവികമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 2025 IPL സീസണിൽ 12 മത്സരങ്ങളിൽ നിന്ന് 18 വിക്കറ്റുകൾ ബുംറ വീഴ്ത്തിയിരുന്നു. പുറം വേദന കാരണം ആദ്യ 4 മത്സരങ്ങളിൽ നഷ്ടമായെങ്കിലും പിന്നീട് കളത്തിലിറങ്ങിയ ബുംറ ശക്തമായി തിരിച്ചെത്തിയിരുന്നു.